ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ കടകൾക്കുള്ള ലൈസൻസിന് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. കെ സ്മാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ. അപ്പോൾ നമ്മൾ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കെ സ്മാർട്ടിൽ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ ആണ്. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ താഴെ കാണുന്ന സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ലൈസൻസ് സർവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മൾ IFTE ആൻഡ് OS ലൈസൻസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കാണുന്ന ഓപ്ഷന്റെ സെന്ററുള്ള പ്ലസ് ബട്ടണിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോർ ന്യൂ IFTE ആൻഡ് OS ലൈസൻസ്, അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്ലേസ് ഓഫ് ആക്ടിവിറ്റി ആണ്. നമ്മൾ എവിടെയാണോ സംരംഭം തുടങ്ങുന്നത് അവിടുത്തെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം സംരംഭം തുടങ്ങാൻ പോകുന്ന ഡിസ്ട്രിക്ട് ഏതാണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ്, ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി നെയിം ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഇവിടെ സോണൽ ഓഫീസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്, അവിടെ മെയിൻ ഓഫീസ് ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും, നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വാർഡാണ്, നമ്മളിപ്പോൾ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഏത് വാർഡിലാണോ നമ്മൾ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ വാർഡ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്ലേസ് സ്ട്രക്ചർ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ബിൽഡിംഗ്, ലാൻഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലാൻഡ് ആണ് എടുക്കണമെങ്കിൽ ഇവിടെ നമ്മുടെ സർവേ നമ്പറൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ബിൽഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സബ് ടൈപ്പ് ഓഫ് പ്ലേസ് ആയിട്ട് പെർമനന്റ് എന്നും ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിവിടെ ഡോർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കെട്ടിട നമ്പറിന് എന്തെങ്കിലും സബ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പോപ്പപ്പ് വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ഫെച്ച് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുകളിൽ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വെദർ ദ ആപ്ലിക്കന്റ് ഈസ് ഓണർ ഓഫ് ലൈസൻസ് പ്ലേസ് സ്ട്രക്ചർ. ഈ പ്ലേസിന്റെ ഓണർ തന്നെയാണോ ആപ്ലിക്കന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെയല്ല, നമ്മൾ റെന്റിനാണ് ഈ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുള്ളതെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓണർഷിപ്പ് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നിങ്ങളിപ്പോൾ റെന്റിനാണെങ്കിൽ റെന്റ് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളോട് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇസ് ദ ബിൽഡിംഗ് ഹാസ് സിംഗിൾ എഗ്രിമെന്റ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് നോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഓണറുടെ പേരും കൂടി ഇതിനോടൊപ്പം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എസ് കൊടുക്കുക. അതിനുശേഷം റെന്റൽ എഗ്രിമെന്റ് നമ്പറും അതുപോലെ തന്നെ വാലിഡ് ഫ്രം അതുപോലെ തന്നെ വാലിഡ് ടു, ഇത് രണ്ടും നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ലൊക്കാലിറ്റി, സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക്, പിൻകോഡ്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ നെയിം ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് മെസ്സേജ് കാണാൻ സാധിക്കും. നമ്മളത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ബിസിനസ് സെക്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ സർവീസ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്. ഇപ്പം നമ്മൾ സർവീസ് ആണെങ്കിൽ സർവീസിന്റെ അടുത്തുള്ള റേഡിയോ ബട്ടണിൽ ടച്ച് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളെല്ലാം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ആണെങ്കിൽ മാനുഫാക്ചറിംഗിന്റെ അടുത്തുള്ള റേഡിയോ ബട്ടണിൽ ടച്ച് ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ സർവീസ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സർവീസിനടുത്തുള്ള റേഡിയോ ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ബിസിനസ് കാറ്റഗറി എന്താണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ബിസിനസ് ടൈപ്പ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾ സൈഡിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് താഴത്തേക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബിസിനസ് സബ് ടൈപ്പ് ആണ് കേട്ടോ. ഇവിടെയും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ താഴെയായിട്ട് നമ്മൾ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ആണ്. നമ്മൾ ഇവിടുന്ന് കലണ്ടറിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി താഴെയായിട്ട് ഡിസേർഡ് ലൈസൻസ് പീരീഡ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെന്റൽ അഗ്രിമെന്റ് കൊടുത്തത് 1 ഇയർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1 ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്, എത്ര എംപ്ലോയീസ് ആണ് ഉള്ളത് നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിവിടെ ലൈസൻസ് യൂണിറ്റിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇൻഡിവിജ്വൽ ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂണിറ്റിന്റെ പേര് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം കോൺടാക്ട് നമ്പർ ഇവിടെ താഴെ കൊടുക്കണം. മെയിൽ ID കൊടുക്കണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ സക്സസ്ഫുള്ളി സേവ് എന്ന് പറഞ്ഞൊരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. നമ്മളത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ലൈസൻസ് ആപ്ലിക്കന്റിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ സൈഡിൽ കാണുന്ന പെൻസിലിന്റെ ഐക്കൺ കാണുന്നില്ല, അതിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംരംഭം തുടങ്ങുന്ന സ്ഥലത്തുള്ള ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് അല്ല, ആപ്ലിക്കേഷൻ അയക്കുന്ന ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ താഴെ കാണുന്ന സേവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ നമ്മളോട് കുറച്ച് ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ PDF ഫയലിലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 MB വരെയാണ് നമ്മുടെ ഫയൽ സൈസ് വരേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഹരിതകർമ്മസേനയുടെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹരിതകർമ്മസേനയുടെ കാർഡ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ജൈവ മാലിന്യവും അജൈവ മാലിന്യവും സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മളൊരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് PDF ആയിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ, ഈ റെന്റൽ അഗ്രിമെന്റ് പോലുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജോ അതുപോലെ തന്നെ വീഡിയോസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടത് ആപ്ലിക്കന്റിന്റെ ഫോട്ടോ ആണ് കേട്ടോ. കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ആപ്ലിക്കന്റിന്റെ ഫോട്ടോ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ടും ഇവിടെ താഴെയായിട്ട് ആപ്ലിക്കന്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. ശേഷം ഇനി KYC വെരിഫിക്കേഷൻ ആണ് നമ്മളുടെ പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ സമ്മറി കാണാൻ സാധിക്കും. നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് ലൈസൻസ് ഫീ ആയിട്ടൊരു 100 രൂപ വന്നിട്ടുണ്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡിക്ലറേഷൻ ആൻഡ് സബ്മിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കുക. അതിനുശേഷം എഗ്രി ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രൊസീഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഇനി പേയ്മെന്റിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്യണം എന്നുള്ള എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഗേറ്റ് വേസ് ഉണ്ട്. ഇതിൽ ഏത് ഗേറ്റ് വേ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ ഫെഡറൽ ബാങ്കിന്റെ ഗേറ്റ് വേ ആണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് പേയ്മെന്റ് മെത്തേഡ് കാണാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ UPI ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്.
ഇവിടെ നമുക്ക് QR കോഡ് യൂസ് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ UPI ID ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ QR കോഡാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഷോ QR എന്ന് പറയുന്ന അവിടെ ടച്ച് ചെയ്യാം. അപ്പോൾ ഈ QR കോഡ് നമ്മൾ ഏത് UPI ആപ്പ് ഉപയോഗിച്ചിട്ടാണോ പേയ്മെന്റ് ചെയ്യുന്നത് ആ UPI ആപ്പിൽ നമ്മൾ സ്കാൻ ചെയ്തെടുത്തിട്ട് പേയ്മെന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ്. അത് മാത്രമല്ല നമുക്കൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് കിട്ടും. അത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഗിനിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വെരിഫിക്കേഷനൊക്കെ ശേഷം നമുക്ക് നമ്മുടെ ലോഗിനിൽ കൂടെ തന്നെ നമുക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. Thank you for watching.